ചേട്ടാ ഞാനൊരു വീഡിയോ കണ്ടു. സനാതന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അത് വളരെയധികം ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ്. ഇതര സമുദായത്തിലുള്ളവര്, അതും ഇതര സമുദായത്തിലുള്ളവരുടെ ബ്രാഹ്മണര് അത് തെറ്റായ ഒരു അല്ലല്ലോ. ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുന്നു. സാറിനെ പോലെ ഇങ്ങനെ പറയാൻ പാടില്ല. അത് സാറിനെ പോലെ അഭ്യസ്തവിദ്യരായിട്ടുള്ളവര് ഈ പൊതു സ്ത്രീ സമൂഹത്തെ മൊത്തമാണ് ആക്ഷേപിച്ചത്. തീർത്തും ലജ്ജാകരമാണ്. ഒരു സ്ത്രീ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. താങ്കൾ എന്താണ് സനാതന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞത്? ബ്രാഹ്മണരെല്ലാം ഹിന്ദു സ്ത്രീകളിൽ കുട്ടികളെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് സനാതന ധർമ്മം, ഇത് മുഴുവൻ സ്ത്രീകളെയും ആക്ഷേപിക്കുന്നതാണ് എന്ന് പറഞ്ഞ് എന്റെ പ്രതിഷേധം അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഹിന്ദു സ്ത്രീ പൊട്ടിത്തെറിച്ചു. ഒന്നും പറയാനില്ലാതെ MP ഗോവിന്ദൻ ഓടി വന്ദേ ഭാരതിൽ കയറി സ്ഥലം വിട്ടു. എന്താ പറയുന്നതെന്ന് അവനവന് തന്നെ ബോധ്യം വരില്ല. എന്നിട്ട് പുള്ളി അടുത്ത ദിവസം പറയുന്നു, ഞാൻ പറയേണ്ടത് ചിലർക്ക് കൊള്ളാൻ വേണ്ടിയിട്ടായിരുന്നു, അവർക്ക് കൊണ്ടിട്ടുണ്ട്, ആർക്ക് എന്ത് കൊണ്ട്. ആ സ്ത്രീക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നു. ആരാണെന്നും നമുക്കറിയില്ല. നമ്മൾ വീഡിയോ കണ്ടു, അതിനെ ആധാരമാക്കി നമ്മൾ സംസാരിക്കുന്നത്. അത് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടായി വരുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. തീർച്ചയായിട്ടും എത്ര കൊമ്പനാണേലും കണ്ടാൽ ഇത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഹിന്ദുവിനുണ്ടായി. എവിടെയോ ഒക്കെ ഹിന്ദു അസർട്ടീവായി എന്നുള്ളതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ്. ബട്ട് അവരാരാണെന്നുള്ള ഐഡന്റിറ്റി പുറത്താക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം അവർ ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് അഹങ്കാരത്തിൻ്റെ മസ്തകത്തിന് അട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇന്ന് വരെ ഇതപര്യന്തം ചരിത്രത്തിൽ നടക്കാത്ത കാര്യമാണ് ആ സ്ത്രീ താനൊരു ചരിത്രം നിർമ്മിക്കുകയാണ് എന്ന് ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടാ. അതെ അവിടെ ചെയ്തു മാത്രമല്ല വീഡിയോ ഷൂട്ട് ചെയ്തത്. ഏതായാലും അജ്ഞാതയായ ആ സഹോദരിക്ക് നമ്മുടെ അഭിവാദ്യം.